ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണത്തെ തുടർന്ന് പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കാനുള്ള നീക്കങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നുണ്ട്. പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിലെ ആദ്യ റൗണ്ട് വോട്ടെടുപ്പിൽ ആർക്കും 2/3 ഭൂരിപക്ഷം ഇന്നലെ നേടാനായില്ല. മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തിട്ടില്ലെന്ന് സൂചിപ്പിക്കുന്ന കറുത്ത പുകയാണ് ഇന്ത്യൻ സമയം പുലർച്ചെ 12:30 സിസ്റ്റൈൻ ചാപ്പലിന് മുകളിൽ ഘടിപ്പിച്ച പുകക്കുഴലിൽ നിന്ന് ഉയർന്നത്. ഇന്ന് വോട്ടെടുപ്പ് വീണ്ടും തുടരും. ബിജീഷ് ഗോവിന്ദൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ബിജീഷ്, 133 കർദിനാൾമാർ പങ്കെടുക്കുന്നു. ഇതിൽ എത്ര ഭൂരിപക്ഷമാണ് പുതിയ മാർപ്പാപ്പയ്ക്ക് കിട്ടേണ്ടത് എന്നുള്ളതാണ്. അപ്പം തന്നെ വോട്ടെടുപ്പിന് ഇപ്പോൾ ഇന്നും തുടരും. സ്വാഭാവികമായിട്ടും ഈ പങ്കെടുക്കുന്ന 133 ആളുകളിൽ നിന്നുള്ള ഒരാൾ തന്നെ ആയിരിക്കുമോ മാർപ്പാപ്പയാവുക? ജിൽസി, ഈ 133 പേരിൽ ഒരാൾ തന്നെയാകും പുതിയ ആഗോള കത്തോലിക്ക സഭയുടെ മേധാവിയായിട്ട് വരിക. 267ാമത് ആഗോള കത്തോലിക്ക സഭ മേധാവിയായിട്ടാണ് പുതിയ ആൾ തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമി ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത്തെ അധിപനായിട്ടാണ് വരേണ്ടിയിരിക്കുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങൾ ഇന്നലെ തുടങ്ങി. ഇന്നലെ വൈകിട്ട് ഇന്ത്യൻ സമയം 8 മണിയോടുകൂടിയാണ് ഈ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നത്. പക്ഷേ ആ വോട്ടെടുപ്പിൽ ആർക്കും തന്നെ ഭൂരിപക്ഷം ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ കറുത്ത പുകയാണ് സിസ്റ്റർ ചാപ്പലിലെ പ്രത്യേകം തയ്യാറാക്കിയ ചിമ്മിനിയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഇന്ന് അതിൻ്റെ 2ാം ഘട്ട വോട്ടെടുപ്പ് നടക്കും. അത് ഇന്ന് രാവിലെ ആയിരിക്കും അതിൻ്റെ ചടങ്ങുകൾ തുടങ്ങുക എന്നുള്ളതാണ് നമുക്ക് ഉള്ള ഒരു വിവരം. ഏതായാലും 133 കർദിനാൾമാരാണ് ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കേണ്ടത്. വളരെ രഹസ്യാത്മകമായി നടക്കുന്ന വോട്ടെടുപ്പാണ് ഈ പോപ്പിനെ തിരഞ്ഞെടുക്കാനായി നടക്കുക. അതിൻ്റെ നടപടിക്രമങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും തന്നെ പുറത്തുവിടില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. കാരണം ഈ വോട്ടെടുപ്പ് വളരെ വാശിയേറിയൊരു മത്സരമായി നടക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലനങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പാടില്ല. അവരുടെ പിന്നീടുള്ള പോപ്പ് ഒരു സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വോട്ടെടുപ്പിൽ നടന്ന മത്സരങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ തീഷ്ണതയൊന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. ഒരു ഐകകണ്ഠ്യേനയുള്ള തുടർ നീക്കങ്ങളായിരിക്കും പോപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുക. അതിൻ്റെ ഒരു പിന്തുണയും മറ്റും ഈ മറ്റു കർദിനാൾമാരിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാശിയേറിയ മത്സരത്തിൻ്റെ വിവരങ്ങളൊന്നും തന്നെ നമുക്ക് പുറത്ത് ലഭ്യമാകുകയില്ല. ഇന്ന് 2ാം ഘട്ട വോട്ടെടുപ്പ് നടക്കും. ഇതിനകത്തും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ 3ാം ഘട്ടത്തിലേക്ക് ഇത് കടക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യമുള്ളത്. ഏതായാലും കൂടുതൽ ഘട്ടങ്ങളിലേക്ക് ഇത് കടക്കില്ല. കാരണം ഈ കത്തോലിക്ക സഭേൻ്റെ അകത്ത് ഒരു ഐക്യം രൂപപ്പെടുന്നതിന് തടസ്സമുണ്ട് എന്നുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങൾ പുറത്തു വരും. അത്തരത്തിലുള്ള ഒരു വിലയിരുത്തലുണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ 3 ഘട്ടങ്ങൾക്കുള്ളിൽ തന്നെ പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ വരും. ഏതായാലും ആദ്യഘട്ടത്തിനകത്ത് പോപ്പിനെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ നടന്ന രഹസ്യ വോട്ടെടുപ്പിൻ്റെ ഒരു ഫലമായി പുറത്തു വന്നിരിക്കുന്നത്. ജിൽസി, എന്തായാലും പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള ആദ്യ കോൺക്ലേവിലെ വോട്ടെടുപ്പാണ് ഇന്നലെ നടന്നിരിക്കുന്നത്. പക്ഷേ ഇന്നലെ മാർപ്പാപ്പയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. സിസ്റ്റൈൻ ചാപ്പലിൽ നിന്ന് കറുത്ത പുകയാണ് ഉയരുന്നത്. അപ്പോൾ വെളുത്ത പുക ഉയരുന്നതാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സന്ദേശം. അപ്പോൾ അത്തരത്തിലേക്ക് സിസ്റ്റൈൻ ചാപ്പലിലേക്ക് ലോകം ശ്രദ്ധ കേന്ദ്രീകരിക്കുക കൂടിയാണ്. പുതിയ മാർപ്പാപ്പ ആരായിരിക്കും, തിരഞ്ഞെടുപ്പ് എപ്പോൾ നടക്കും? ഒരു ഫ്രാൻസിസ് മാർപ്പാപ്പ ലാറ്റിൻ അമേരിക്കൻ ആയിരുന്നതുപോലെ തന്നെ യൂറോപ്പിന് പുറത്തു നിന്നൊരു മാർപ്പാപ്പ ഉണ്ടാകുമോ, അതോ യൂറോപ്പിലുള്ള മാർപ്പാപ്പയ്ക്കാണോ സാധ്യത? അങ്ങനെ ഒരുപാട് അസംഷനുകളും ഒക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്തായാലും നമ്മൾ ഇനിയും കാത്തിരിക്കേണ്ടി വരും പുതിയ മാർപ്പാപ്പ ആരാണ് എന്നുള്ള കാര്യം അറിയാൻ. ശരി, ബിജീഷ് ഗോവിന്ദൻ.